കേരള സർവകലാശാലയിൽ സംഘർഷം. ASFന്റെ മാർച്ചാണ് ക്യാമ്പസിലേക്ക് എത്തിയത്. പോലീസ് അവരെ തടഞ്ഞിരിക്കുന്നു. വലിയ പ്രതിഷേധമാണ് ASFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. രജിസ്ട്രാർ നേരത്തെ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. മിനി കാപ്പൻ ഏത് നിമിഷവും രജിസ്ട്രാർ ചുമതല ഏറ്റെടുക്കാൻ വരികയും ചെയ്യും. രജിസ്ട്രാറുടെ ഓഫീസിലേക്ക് കടക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിന് സമീപത്ത് ആണ് ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ഓഫീസിനുള്ളിലേക്ക് കടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടുകൂടി പോലീസ് അവരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർവകലാശാലയിലേക്ക് എത്തിയ ASF മാർച്ചിൽ സംഘർഷം. പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നു. പ്രവർത്തകർ അവിടെ കിടന്ന് പ്രതിഷേധിക്കുന്നു. പോലീസുകാർ അവരിൽ നിന്ന് ബലം പ്രയോഗിച്ച് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരും. സർവകലാശാലയിൽ ASFന്റെ മാർച്ചിൽ സംഘർഷം, പോലീസുമായി ഏറ്റുമുട്ടൽ. കഴിഞ്ഞ ദിവസം ഇന്നലത്തെ മുമ്പ് സർവകലാശാലയിൽ നടന്ന പ്രതിഷേധത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായെന്ന ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോലീസ് വളരെ ശക്തമായ സന്നാഹമാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ജിബിൻ JB വിവരങ്ങളുമായിട്ടുണ്ട്. ജിബിൻ, ASFന്റെ പ്രതിഷേധമാണ്. പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ നീക്കുന്നു. രജിസ്ട്രാർ നേരത്തെ എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് വലിയ തടസ്സങ്ങളില്ലാതെ അവിടെ കയറാൻ കഴിഞ്ഞു. ഇത് എന്തായാലും രജിസ്ട്രാറെ അനുകൂലിക്കുന്നവർ തന്നെയാണ് ഈ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് പോലീസ് ഇവരെ നേരിടുന്നത്? ഇനിയും കൂടുതൽ വിദ്യാർത്ഥികൾ അങ്ങോട്ടേക്ക് എത്താൻ സാധ്യതയുണ്ട്? സുരക്ഷാ കവചം സൃഷ്ടിച്ചിരുന്നുവെങ്കിലും അതിനെല്ലാം ഭേദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ASF പ്രവർത്തകർ പ്രതിഷേധവുമായി യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത്. അവർ നേരെ യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കവാടം തന്നെ ഇപ്പോൾ ഒരു സംഘർഷം ഉണ്ടായിരിക്കുകയാണ്. DYFIയുടെ പ്രവർത്തകരാണ് യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് ഉള്ളത്. യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് DYFIയുടെ മാർച്ച് യൂണിവേഴ്സിറ്റിക്ക് പുറത്തേക്ക് എത്തുകയാണ്. അവിടെ ഇപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് യൂണിവേഴ്സിറ്റി കവാടത്തിന് മുകളിലേക്ക് കയറിയുള്ള ഒരു പ്രതിഷേധത്തിനാണ് തയ്യാറെടുക്കുന്നത്. പോലീസ് ഇപ്പോൾ ജലപീരങ്കി ഉപയോഗിച്ചിരിക്കുകയാണ്. അവിടെയും വലിയൊരു സംഘർഷാവസ്ഥ തന്നെയാണ് ഉള്ളത്. യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് DYFIയും യൂണിവേഴ്സിറ്റിക്ക് ASF രണ്ടുപേരും ഒരേ സമയം പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. കേരള സർവകലാശാലയിൽ പോലീസുമായി ശക്തമായ ഏറ്റുമുട്ടൽ. ASFന്റെ പ്രതിഷേധം, ഒപ്പം തന്നെ DYFI പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. പോലീസ് SFI പ്രവർത്തകരുമുണ്ട്. പോലീസ് അവരെ തടയുന്നു. ജലപീരങ്കി പ്രയോഗിക്കുകയാണ് ഇപ്പോൾ പ്രതിഷേധക്കാർക്ക് നേരെ. സർവകലാശാല ക്യാമ്പസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. SFI പ്രവർത്തകരാണ് ക്യാമ്പസിന് പുറത്ത് തമ്പടിച്ചിരിക്കുന്നത്. ഉള്ളിൽ നേരത്തെ ASFന്റെ പ്രതിഷേധവും കണ്ടതാണ്. അവരെയും പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. നിലവിൽ സിൻഡിക്കേറ്റിനും അല്ലെങ്കിൽ രജിസ്ട്രാർക്കും അനുകൂലമായ സമീപനമാണ് ഇടത് സംഘടനകളുടെ ഭാഗത്തുനിന്നുള്ളത്. രജിസ്ട്രാർ നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. VC ചുമതലപ്പെടുത്തിയ മിനി കാപ്പൻ ഏത് നിമിഷവും രജിസ്ട്രാർ ചുമതല ഏറ്റെടുക്കാൻ വരും. അപ്പോഴാണ് കൂടുതൽ ഒരു പ്രശ്നങ്ങൾക്ക് സാധ്യതയും. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെയും യുവജന സംഘടനയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം ഇരമ്പുന്നത്. പ്രതിഷേധക്കാർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. സർവ്വ തയ്യാറെടുപ്പുകളുമുണ്ട് പോലീസിനെ എന്നുള്ളതും കൂടി വ്യക്തമാവുകയാണ്. വാഹനത്തിന് നേരെയാണ് ഇപ്പോൾ പ്രവർത്തകർ
സെനറ്റ് മുന്നിലുള്ള പ്രവേശന കവാടം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ്. അതിന് മുന്നിലാണ് വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത്. സർവകലാശാല ക്യാമ്പസിന് അകത്തും പുറത്തും വലിയ തോതിൽ പ്രവർത്തകർ ASFന്റെ പ്രവർത്തകർ സംഘടിച്ചു നിൽക്കുകയാണ്. പ്രതിഷേധം ഉള്ളിലേക്ക് ഉണ്ടാകുമ്പോൾ ASFനൊപ്പം SFIയും ചേർന്നുള്ള സംയുക്ത പ്രതിഷേധമാണ് അവിടെ ഉണ്ടാകുന്നത്. ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ കയറുന്നുണ്ട്. സർവകലാശാല ക്യാമ്പസിനുള്ളിൽ പോലീസ് നടപടികൾ എടുക്കുന്നുണ്ട്. ബാരിക്കേഡിന് മുകളിൽ കൊടിയുമായി പ്രവർത്തകർ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പോലീസ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ ശേഷിക്കപ്പുറത്തേക്കുള്ള പ്രവർത്തകർ തന്നെയാണ് അവിടെ സംഘം ചേർന്നിരിക്കുന്നത്. കേരള സർവകലാശാലയാണ് സംഘർഷഭരിതമായി മുന്നോട്ട് പോകുന്നത്. ക്യാമ്പസിനുള്ളിൽ ASFന്റെ പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. പോലീസ് അവരെ ബലം പ്രയോഗിച്ചതിനെ നീക്കി. അതിന് പിന്നാലെ തന്നെ ക്യാമ്പസിന്റെ പുറത്ത് കവാടത്തിനവിടെ SFI DYFI പ്രവർത്തകരാണ് കൂട്ടം കൂട്ടമായി സംഘടിച്ചെത്തിയത്. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസുമായി തർക്കത്തിലേർപ്പെടുന്നു. ഇപ്പോൾ പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. നേരത്തെ ഡോക്ടർ K. സന്നികുമാർ അദ്ദേഹം ക്യാമ്പസിനകത്തെത്തി രജിസ്ട്രാർ ഓഫീസിൽ പ്രവേശിച്ചിരുന്നു. അദ്ദേഹം ക്യാമ്പസിനകത്ത് പ്രവേശിക്കരുത് എന്നാണ് VCയുടെ ഉത്തരവുള്ളത്. അതിൻ്റെ ചുമതല സെക്യൂരിറ്റി ഓഫീസർക്ക് നൽകുകയും ചെയ്തിരുന്നു അദ്ദേഹത്തെ തടയാനുള്ള. പക്ഷേ സെക്യൂരിറ്റി ഓഫീസിന്റെ ഭാഗത്തു നിന്ന് ആ ഉത്തരവ് നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. പോലീസ് ശക്തമായ ഒരു വിന്യാസം ക്യാമ്പസിനകത്തും പുറത്തുമൊക്കെ നടത്തിയിട്ടുണ്ട്. VC രജിസ്ട്രാറിന്റെ താൽക്കാലിക ചുമതല നൽകിയിട്ടുള്ള മിനി കാപ്പൻ അവർ മറ്റൊരു ചുമതല വഹിക്കുന്നതാണ്. അവർ ക്യാമ്പസിനകത്തുണ്ട്. അവർ ഏത് നിമിഷവും രജിസ്ട്രാർ ചുമതല ഏറ്റെടുക്കാൻ എത്തും. അങ്ങനെയെങ്കിൽ ഒരു ഓഫീസിൽ 2 പേർ രജിസ്ട്രാറുടെ കസേരയിലേക്ക് 2 പേർ എത്തുന്ന സാഹചര്യം ഉണ്ടാകും. പോലീസ് അതിനെ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നതാണ്. 2 പേരും ഒന്ന് VCയുടെ നിയമപ്രകാരമുള്ള ഉത്തരവുകളുമായി അല്ലെങ്കിൽ ആ ബലത്തിൽ മറ്റൊന്ന് സിൻഡിക്കേറ്റ് മുന്നോട്ട് വയ്ക്കുന്ന നിയമവുമായിട്ടാണ്. ഈ രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന എണ്ണം പറഞ്ഞ സർവകലാശാലകളിൽ ഒന്നാമതായി നിൽക്കുന്ന കേരള സർവകലാശാലയെ തകർക്കാൻ കേരള സർവകലാശാലയെ തകർക്കാൻ കേരള സർവകലാശാലയിലെ വിദ്യാഭ്യാസപരമായ പുരോഗതി ഇല്ലാക്കാൻ ഈ കേരളത്തിലേക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട് കടന്നു വന്ന ആർലേക്കറും അതിനു മുമ്പ് കടന്നു വന്ന